ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനും ജാനിക്കുട്ടിയും കൂടെ പോകുന്നത് വേറെ എങ്ങുമല്ല, മോളുടെ സ്കൂളിലേക്കാണ്. അവിടെ ഇന്ന് പേരൻസും കുട്ടികളും ആയിട്ടുള്ളൊരു ഫൺ ഡേ ആണ്. കളികളും മത്സരങ്ങളും ഒക്കെ ആയി ഒരു മെമ്മറബിൾ ഡേ. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇയർ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. അതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, പേരൻസിനും അങ്ങനെ തന്നെ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വെൽക്കം സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട് സലാഡ് മേക്കിംഗ് മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ പ്രോഗ്രാമിൽ ഒന്നിലും ചേർന്നില്ല, കാരണം മെയിനായിട്ട് മടിയായിരുന്നു. പിന്നെ എനിക്ക് അവിടെ പേരൻസിനെ ആരെയും അങ്ങനെ അറിയത്തുമില്ലായിരുന്നു. അതുമല്ല, ഒരു ചമ്മലും ഉണ്ടായിരുന്നു. മിസ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഡാൻസിലും മേക്കപ്പിനും ചേരാമെന്നായിരുന്നു. കാരണം കുറേ പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് രണ്ടിനും മെയിനായിട്ട് ചേരാമെന്നായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ പ്രോഗ്രാമിൽ പോകുന്നില്ല എന്ന് വെച്ചു. പിന്നെ പ്രോഗ്രാമിൻ്റെ രണ്ട് ദിവസം മുന്നേ ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും കുഞ്ഞിനൊരു ആ ദിവസം അമ്മയുടെ കൂടെ ഡാൻസ് കളിക്കാം, അല്ല എനിക്ക് മോളുടെ കൂടെ ഡാൻസ് കളിക്കാം, വീഡിയോസ് എടുത്ത് വെക്കാം, അങ്ങനെ ആ ഒരു ചിന്തയിൽ ഞാൻ എന്തായാലും പ്രോഗ്രാമിന് പോകാമെന്ന് വെച്ചു. അപ്പോഴും ഞാൻ ഡാൻസിന് മാത്രമേ മനസ്സിൽ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിലൊന്നും ഞാൻ ചേർന്നില്ല. ഡാൻസിൻ്റെ സമയമായപ്പോഴത്തേക്കും ഞാൻ ഡാൻസിൽ കയറി. ഡാൻസ് കളിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് എനർജിയായി. അങ്ങനെ ഞാൻ വീണ്ടും ഉള്ള പ്രോഗ്രാംസിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. റെഡി ടു സ്കൂളും പിന്നെ ഈ മാല കോർക്കലും അതൊക്കെ എൻജോയ്മെൻ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അയ്യോ മറ്റേ പ്രോഗ്രാംസിലും കൂടെ കയറാമായിരുന്നെന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ഐഡൻറ്റിഫിക്കേഷനായിരുന്നു ലാസ്റ്റത്തെ മത്സരം. അത് ജാനിക്കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൾക്കറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ പെട്ടെന്നൊരു ഒരു ചേച്ചിയാണ് ഫ്രണ്ട് ഇരുന്നത്. അപ്പോഴത്തേക്കും ആൻറ്റിയാണെന്നും പറഞ്ഞു അവളെ കൊണ്ട് ആൻറ്റിയുടെ ഫ്രണ്ടിൽ നിർത്തിയപ്പോഴത്തേക്കും അമ്മയാണെന്ന് പറഞ്ഞു. ഈ കരയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യാത്തതിന്. അവൾക്ക് എന്നെ മേക്കപ്പ് ചെയ്യണം, ആ ഒരു വിഷമമാണ്. അങ്ങനെ പറഞ്ഞാണ് ഇരുന്നത്. ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ലാസ്റ്റ് ചെയ്യിച്ചില്ല എന്നും ചെയ്യണില്ല, കയറണില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഈ ഐഡൻറ്റിഫിക്കേഷനിൽ ഓരോ പേരൻസിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് പിള്ളേരുടെ എങ്ങനെ കണ്ടുപിടിച്ചതെന്നുള്ളൊരു അഭിപ്രായം ചോദിക്കുമായിരുന്നു. അപ്പം ഓരോ മൂക്കുത്തി വെച്ചും കമ്മൽ വെച്ചും അങ്ങനെയൊക്കെയാണ് പിള്ളേർ കണ്ണാടി വെച്ചും അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച കുറേ കുട്ടികളുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഓരോ പേരൻസിനെയും അവർ കണ്ടുപിടിച്ചല്ലോ. അങ്ങനെ മത്സരത്തിൻ്റെയൊക്കെ പ്രൈസൊക്കെ തന്നിട്ട് ജാനിക്കുട്ടിയുടെ ഫേവറേറ്റ് ടീച്ചറായിട്ട് രശ്മി മിസ്സാണ്. രശ്മി മിസ്സിൻ്റെ അടുത്ത് അവളുടെ ക്ലാസ് ടീച്ചറും കൂടെയാണ്. അപ്പം ടീച്ചറിനെ കൊണ്ട് പ്രൈസൊക്കെ കാണിക്കുക. അപ്പം ഈ വർഷത്തെ ആ ഒരു എന്താ പറയുക, LKG ജീവിതം ജാനിക്കുട്ടിക്ക് തീർന്നു. ഇനി അടുത്ത UKG അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, ബൈ.